सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. എന്റെ സുഹൃത്തുക്കളെ ചങ്കുകളെ ആ ഫ്ലൈയിങ് ഡൈനോസർസ് എത്തുന്നതിന് മുമ്പ് നമുക്ക് മിഷൻ എടുത്ത് എത്രയും പെട്ടെന്ന് എത്തണം. നമ്മൾ അകത്ത് കയറിയാലുടൻ ഞാൻ ഈ റിമോട്ട് വെച്ച് മിഷൻ ഓഫ് ചെയ്യും. പിന്നെ ഡൈനോസർസിന് ഇതിനകത്ത് പ്രവേശിക്കാനാവില്ല. മോട്ടു റിമോട്ട്. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, അകത്ത് കയറിയിട്ട് പെട്ടെന്ന് റിമോട്ട് ഓഫ് ചെയ്യാം. ഒന്ന് ഞങ്ങള് വരുന്നുണ്ട്. ഞാനും അകത്തേക്ക് പോകണ്ടേ? എടാ, എന്നെ വിടാൻ, എന്നെ വിട്. അല്ല, എവിടെ പോയിരിക്കുക എല്ലാരും? എത്ര നേരമായി? ഇതുവരെ കാണുന്നില്ലല്ലോ. ഈ ടൈം മെഷീൻ വർക്ക് ചെയ്യണുണ്ടോ എന്തോ? മോഡൽ സിറ്റി നിവാസികളെ, മോട്ടു പത്ലു, ഡോക്ടർ ജഡ്ക എല്ലാവരും ഇപ്പോൾ വരുന്നുണ്ടാവും. ഡോക്ടർ ജഡ്ക ആണെങ്കിൽ ഒരു അടിപൊളി ടൈം മെഷീനാണ് ഉണ്ടാക്കിയിരിക്കണത്. അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ടൈം മെഷീൻ വർക്ക് ചെയ്യണുണ്ടോ ഇല്ലയോ എന്ന്. അതിനോടൊപ്പം നമ്മൾ മോട്ടു പത്ലുവിന് അവരുടെ ധീരതയ്ക്ക് വേണ്ടി ശാന്തി പുരസ്കാരം സമ്മാനിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്റെ അമ്മ മോളിക്കടുത്തല്ല. മോട്ടുവിനെ കാണുന്നുണ്ടോ? മോട്ടു പത്ലു ജി, വെൽക്കം വെൽക്കം. വരൂ, ഞങ്ങൾ താങ്കളെ ഈ നഗരത്തിൽ ശാന്തി കൊണ്ടുവന്നതിന് സമ്മാനിക്കാൻ പോവുകയാണ്. മോട്ടു, നീ റിമോട്ട് ഓഫ് ചെയ്തോ അതോ ഇല്ലയോ? അല്ല, ഇതെന്താ? അല്ല, ഇത് ഡൈനോസർ അല്ലേ? ഡൈനോസർ ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ എന്തൊരു പണിയായി കാണിച്ചേ. ഇനി ആരാ വരുന്നത്? Hey dinosaur, stop in the name of law. ഓടിക്കോ, ഓടിക്കോ. ചിങ്കം സാറേ, എണീറ്റേ. ഓടിക്കോ, ഓടിക്കോ. ഓടിക്കോ, ഓടിക്കോ. എന്റെ ചങ്കുകളെ, എന്റെ സുഹൃത്തുക്കളെ, ടൈമിംഗ് മെഷീനെ ഡിനോസർ വാലില് കുടുക്കി കൊണ്ടുപോകുവാണല്ലോ.
അപ്പാ ചപ്പാ വേഗം വാ, ഐസ്ക്രീം വേണമെങ്കിൽ ഭയങ്കര ടേസ്റ്റാ. ഓടിക്കോ, എല്ലാവരും ഓടിക്കോ, രക്ഷപ്പെട്ടു. ഡൈനോ ഭാഷ ഒന്ന് വേഗം വായോ. ഈ തണുത്ത അലുവ തിന്നാൻ വളരെ നല്ല രസമായിരിക്കും. എന്റെ അമ്മ, എന്ത് വലിയ ഡൈനോസർ ആണോ? ഇതാ നോക്ക്, അവരുടെ കയ്യിൽ നല്ല അടിപൊളി ഹൽവയുണ്ട്. വാ പോവാം, വാ, വേഗം 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 ചെന്ന് തിന്നാം. അയ്യോ ഓടി രക്ഷപ്പെട്. ദേ വന്നിരിക്കുന്നു, വലുതാ വന്നിരിക്കുന്നത്. അത് നമ്മളുടെ പിന്നാലെ വരുന്നുണ്ട്. ഓടിക്കോ. രക്ഷിക്കണേ, രക്ഷിക്കണേ. മോട്ടു, ആ കാറിലുള്ള ഫാമിലി അപകടത്തിലാണ്. നമുക്ക് എങ്ങനെയും രക്ഷിച്ചേ മതിയാകൂ. അയ്യോ, ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തോ ഞങ്ങളെ, ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. പത്തിനും എന്തെങ്കിലും ആലോചിക്ക്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആലോചിക്ക്. ഐഡിയ. മോട്ടു, ആ പൈപ്പ് എടുക്ക, എന്നിട്ട് വെള്ളം അടിക്കാൻ നോക്ക്. രക്ഷിക്കണേ. അയ്യോ അയ്യോ, ആരെങ്കിലും എന്റെ കുട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്തേ, ആരെങ്കിലും എന്റെ കുട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്തേ. മോട്ടു, ദേ എങ്ങോട്ട് നോക്ക്, ഫ്ലൈ ഓവർ പൊട്ടിയിരിക്കുകയാണ്. ആ കുട്ടിയെ എങ്ങനെയെങ്കിലും വേഗം രക്ഷിക്ക. എന്നെ രക്ഷിക്കണേ. എന്നെ രക്ഷിക്കണേ. പൈപ്പ് മേലോട്ട് വലിക്ക്. കുട്ടി, എന്റെ കുട്ടി. ഓ കലക്കി മോട്ടു. വളരെ നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു. നിങ്ങൾ നിങ്ങളുടെ ജീവൻ പണയം വെച്ച് എന്റെ മോനെ രക്ഷിച്ചിരിക്കുന്നു. നിങ്ങളൊരു ധീരനാണ്. ബണ്ടി, പെട്ടെന്ന് പാനിപ്പൂരി തന്നേടാ. മധുരം കുറവ്, വെള്ളം ജാസ്തി, മനസ്സിലായോടാ? ശരി ശരി കോമഡി ഭായി, ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം. താങ്കൾ ഇങ്ങനത്തെ പാനിപ്പൂരി ഒരിക്കലും. എന്ത് പറ്റി? എന്റെ കയ്യെന്താ വിറയ്ക്കുന്നേ? എന്നോടുള്ള ബഹുമാനമൊന്നും ഇങ്ങനെ കാണിക്കണ്ട. ഭായി, നിങ്ങളെ അല്ല, നിങ്ങളുടെ പുറകിൽ നിൽക്കുന്ന ആളെയാണ് ഞാൻ പേടിക്കണേ. ഞാനിവിടെ ഉള്ളപ്പോ
വേണം, വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്യേ, ജമ്പ് ചെയ്യാ. കിക്ക് എവിടെ പോയി? കിക്ക് എവിടെയെന്ന്? ഇതെന്താ ഇത്? ഈ മോട്ടോർ സൈക്കിളിന് ഹാൻഡിൽ ബാറും ഇല്ലല്ലോ. ഒന്ന് നോക്കിക്കേ എന്തിന്റെ പുറത്തായി ഇരിക്കണേന്ന്. അല്ല കോപ്പിടി ഭായ് എങ്ങടെ പോണേ? കോപ്പിടി ഭായുടെ കാര്യം പോക്കാണെന്നാ തോന്നണേ. പാവം മനുഷ്യൻ. ദയവ് ചെയ്ത് ആരെങ്കിലും ഒന്ന് എന്നെ പിടിക്കാൻ നോക്കേ. ലിഫ്റ്റ് തന്നതിന് നന്ദി. ഓടിക്കോടെ, അല്ലെങ്കിൽ ഇവന്മാര് നമ്മളെ കൊന്നു തിന്നുകളയും. ഇനിയും സ്പീഡിൽ ഓടിക്കേ. മുന്ന പപ്പു, എന്റെ അനിയൻ സൗത്ത് ആഫ്രിക്കയിൽ വലിയ നായാട്ടുകാരനാ. നമുക്ക് അവനെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. അവൻ ഇവരെ പിടിച്ചാലുണ്ടല്ലോ നമ്മള് കോടിപതികളാ. ഹലോ അനിയ. ആ ഡൈനോസോഴ്സ് വളരെ ബുദ്ധിമാന്മാരായി മാറിയിരിക്കുക. ഇപ്പൊ കണ്ടില്ലേ, നന്നായി പ്ലാൻ ചെയ്തിട്ടല്ലേ ആ സ്കല്ലിന്റെ ആൾക്കാരെല്ലാം ഇവിടുന്ന് കൂട്ടത്തോടെ ഓടിച്ചത്. എത്ര ബുദ്ധിപരമായിട്ടാ അത് നടന്നതെന്ന് കണ്ടോ? അല്ല, നിങ്ങളൊക്കെ ഇവിടെ എന്തെടുക്കുവാ? ഇവന്റെ പേര് ഇക്ക, എന്റെ പേര് ഡൊക്ക. ഞങ്ങള് ഡൈനോ ഭാഷയും പിന്നെ അക്ക ജക്ക ഡക്കയും അറിയാതെ ഇങ്ങോട്ട് വന്നത്. അതെ, ഞങ്ങള് നിങ്ങളോട് തന്നെയാ ചോദിച്ചത്, നിങ്ങൾ ഇവിടെ എന്തെടുക്കുവാണെന്ന്. ഞങ്ങൾക്കറിയാം നിങ്ങൾ വളരെ നല്ലവനാണെന്ന്. പക്ഷേ ഡൈനോ ഭാഷയ്ക്ക് നിങ്ങളിൽ അത്ര വിശ്വാസം പോരാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ കാണണമെന്ന് ധൃതിയായി. സോറി, ഞങ്ങളുടെ തെറ്റുകാരനോ നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്. സോറി. എന്റെ മോട്ടു കരച്ചിൽ നിർത്തിയിട്ട് ഇനി എന്ത് ചെയ്യാന്ന് ആലോചിക്കേ. സംഭവിച്ചതൊക്കെ സംഭവിച്ചു പോയി. ഞങ്ങൾ നിങ്ങളെ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചയച്ചിരിക്കും. ഇത് സത്യം. സത്യം? സത്യമാണോ? സത്യം. പക്ഷേ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്ലു? നീ തന്നെ പറ, എങ്ങനെ എങ്ങനെ? ഐഡിയ കേട്ടോ, എന്താ ചെയ്യണ്ടേന്ന്. എന്റെ ചങ്കുകളെ സുഹൃത്തുക്കളെ, എന്റെ സയൻസ് ആണെങ്കിൽ സത്യം. ഇത്തവണ ഒരു തെറ്റ് സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ മിഷൻ നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പത്ലുവിന്റെ ഐഡിയ വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. തീർച്ചയായും നടക്കും. ഇക്കയും ഡൊക്കയും ബാക്കി ഡൈനോസോഴ്സിനെ ഐസ്ക്രീം കഴിക്കാനായി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. ആ സമയത്ത് നിങ്ങൾ ടൈം മെഷീൻ ഓൺ ചെയ്യേ. ബാക്കിയുള്ള ജോലികളൊക്കെ നിങ്ങൾ ചെയ്തോളൂ. വാ, വേഗം വാ, നമുക്ക് ദൂരെ ഇരുന്നിട്ട് മിണ്ടാത്തതൊക്കെ കാണാം. എനിക്ക് ഐസ്ക്രീമിന്റെ നല്ല മണം ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. അതെ, എനിക്ക് എവിടെയാ മണം? എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോ ഡപ്പാ ജക്ക, അവിടെ ഇവിടേക്ക് ഐസ്ക്രീം ഉണ്ടോന്നൊന്ന് നോക്കി പറയാ. ഐസ്ക്രീമിന്റെ മണം. ഡൈനോ ഭാഷ, ഡൈനോ ഭാഷ, ഇക്കടുക്ക പറയുന്നത് ശരിയാ. അവിടുന്ന് നല്ല മണം വരുന്നുണ്ട്. വാ, വേഗം പോയി നോക്കാം. ഹലോ ബോസ്, എല്ലാ ഡൈനോസോറും സിറ്റിയുടെ പുറത്തുള്ള ഒരു വലിയ മൈതാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്താ അവിടെ ഉള്ളത്? അവിടെ എങ്ങാണ്ട് ഒരു ഐസ്ക്രീം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടത്രേ. ഓ, ഐസ്ക്രീം ഫെസ്റ്റിവൽ. വെരി ഗുഡ്. ഇത് തന്നെ അവസരം. ലിസൺ റോബർട്ട്, അവന്മാർ ഐസ്ക്രീം തിന്ന് തുടങ്ങട്ടെ. എന്നിട്ട് നമുക്ക് ഹെലികോപ്റ്ററിൽ വെച്ചിട്ടുള്ളത് അവന്മാരുടെ ദേഹത്തോട്ട് തള്ളിയിടാം. അത് ദേഹത്തിൽ വീണാൽ തന്നെ അവന്മാരും മയങ്ങിക്കൊള്ളും. Come on, boys.
വേഗം ഐസ്ക്രീം ഫെസ്റ്റിവലിലേക്ക് വാ. പിന്നെ എന്റെ സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യേ. ബി അലർട്ട്. ഞാനിത് അവിടെ എത്തിക്കഴിഞ്ഞു. ഈ ഹെലികോപ്റ്ററിന്റെ ശബ്ദം എവിടുന്നാ കേൾക്കുന്നത്? അപ്പൊ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. ഈ ഹെലികോപ്റ്റർ കുറെ നേരമായി ഇവിടെ തന്നെ ഇങ്ങനെ കറങ്ങി കളിക്കുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. അതെ, എന്തോ ഒരു കാര്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നത്. നിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. മോട്ടു, അതിൽ മുഴുവനും ബാരൽസ് നിറച്ചിരിക്കുക. ഓ എന്റെ പൊന്നു ചങ്ക, എന്റെ ബ്രോ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഓ എന്റെ ചങ്ക, എന്റെ സഹോദരന്മാരെ, ആ കെമിക്കൽ ആ ഡൈനോസേഴ്സിന്റെ ദേഹത്തിട്ട് അതുങ്ങളെ ഉറക്കിക്കളയാൻ നോക്കുക. വലിയേട്ടാ, അപ്പൊ നമ്മൾ ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ ആ കെമിക്കലൊക്കെ ഡൈനോസറിന്റെ മേത്തേക്ക് അവരെടുത്തിടും. ഹായ് മോട്ടോ. ഹലോ പൈലറ്റ് ചേട്ടാ, പെട്ടെന്ന് പോവാ ഇവിടുന്ന്. അല്ല, നിങ്ങളിത് എവിടേക്കാ ഓടുന്ന ചേട്ടന്മാരെ? പിക്നിക്കിന് പോവാൻ തയ്യാറായിക്കൊള്ളൂ. ഹലോ ബോസ്, മോട്ടു ഇവിടെ ഹെലികോപ്റ്ററിൽ. അവരവിടെ എത്തിയോ? എങ്കിൽ ചോദിക്കാനെന്തിരിക്കുന്നു? അടിച്ചേക്കാവന്മാരെ. ശരി ബോസ്, ഇപ്പൊ തന്നെ അടിച്ചേക്കാം. എന്നെ വലിച്ചു താഴെ ഇടുന്നു. എന്നാ അതൊന്ന് കാണണമല്ലോ. എന്താ ഈ കാണിക്കുന്നത്? ടൈം ഈസ് മണി. ടൈം ഈസ് മണി. അടുത്ത് വന്ന ഉടനെ ബാരൽസിലുള്ള ആസിഡ് ഒക്കെ തട്ടിക്കളഞ്ഞേക്ക്. എന്തായി കാണിക്കുന്നത്? ഹെലികോപ്റ്റർ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഞാൻ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല സാർ, ഇവനാ കൊണ്ടുപോകുന്നത്. മോട്ടു സൂക്ഷിച്ച്. മോട്ടു, ഹെലികോപ്റ്ററിന് താഴെ വാ, അതിടിക്കാൻ പോവാണ്. വേഗം ഇറങ്ങ്. വിളിച്ചെടുത്തല്ലോ മോട്ടു, ഹെലികോപ്റ്റർ ക്രാഷ് ആവാൻ പോവാണ്. നീ വേഗം ഇറങ്ങ്. മോട്ടു, ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തേ പ്ലീസ്. വരൂ, വേഗം എന്റെ കയ്യെ കയറി പിടിക്കേ. അതെ, രക്ഷപ്പെടണമെങ്കിൽ ചാടിക്കോ വേഗം. മോട്ടു, മോട്ടു, മോട്ടു. സംഭവിച്ചതെല്ലാം നല്ലതിന്. മാർഗതടസ്സമുണ്ടാക്കിയവൻ ഫിനിഷ്. ബോയ്സ്, ബി അലർട്ട്. അരെ വാ, ഇവിടെ ഒരു വലിയ വിരുന്നാണല്ലോ. ഓരാഞ്ചട്ട് നഗരത്തിൽ നിന്ന് ദൂരമായതുകൊണ്ട് ഒരു മനുഷ്യന്റെ കുഞ്ഞു പോലും ഇല്ല ശല്യപ്പെടുത്താൻ. എന്താ നോക്കിക്കൊണ്ടിരിക്കണേ? ആക്രമണം ആരംഭിക്കൂ. ദുഃഖ ഒട്ടും പത്തിലൊന്നിനെ കാണാൻ. അല്ല, ഇവന്മാരെ ഇപ്പൊ എവിടുന്നായി കെട്ടിയെടുത്ത?
മോട്ടു പത്ലു, നിങ്ങൾ എവിടെയാ? ഒന്ന് വേഗം വായോ. മോട്ടു. മോട്ടു പത്ലു, നിങ്ങൾ ഇത് എവിടെയാ? എവിടെയാ? മോട്ടു എഴുന്നേൽക്ക്, എന്റെ സുഹൃത്തെ ഒന്ന് എഴുന്നേൽക്ക്. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, കെമിക്കൽ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നത്. ഇനി മുകളിലുള്ള ആൾക്ക് ഇവനെ രക്ഷിക്കാൻ പറ്റൂ. എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇതുകൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇനി ഒരു പക്ഷെ ഇത് വർക്കൗട്ട് ആയില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. മോട്ടു, എന്റെ മോട്ടു. ഡോക്ടർ ജഡ്ക, മോട്ടു നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഒന്ന് എഴുന്നേക്ക്. അവര് ഡൈനോസറസിനെ വണ്ടി കയറ്റി കൊണ്ടുപോകാൻ തുടങ്ങുവാണ്. മോട്ടു, നീ ഇക്ക ദുഃഖയ്ക്ക് വാക്ക് കൊടുത്തതാണ്, അത് നീ അവർക്ക് സാധിച്ചു കൊടുക്ക. മോട്ടു എഴുന്നേൽക്ക്. Watch India's largest kids library only on Jio Hotstar. Download the app now.